ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. നമുക്ക് സമയം കളയാതെ ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു സൈക്ലോൺ ദിത്വ. സോ സൈക്ലോൺസിനെ കുറിച്ചിട്ട് നമ്മൾ ഇതിനു മുന്നേയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഒഡീഷ തീരങ്ങളിലൊക്കെ സൈക്ലോൺ വന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ സൈക്ലോൺസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് സ്റ്റാറ്റിക് ടോപ്പിക്കുകളിൽ പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു. ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയുന്ന സൈക്ലോൺസ് ഉണ്ട്. എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് പറയുന്ന ഒരു സൈക്ലോൺസ് ഉണ്ട്. എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോപ്പിക്കൽ ഏരിയയിൽ നിന്ന് മാറും അതിന് മുകളിലായിട്ടുള്ള സ്ഥലങ്ങളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സൈക്ലോൺസിനെയാണ് എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത്. അത് പെർട്ടിക്കുലർലി ഫ്രണ്ടൽ ഒറിജിൻ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ട് ആ ഒരു ഡിസ്കഷൻ? സോ അത് ഫ്രണ്ടൽ ഒറിജിൻ ആണ്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ പറഞ്ഞു, ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എയർ മാസുകൾക്കിടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ ഫ്രണ്ട് എന്ന് പറയുന്നത്. സോ എയർ മാസ് എന്താണ് എന്ന് ചോദ്യം ഉണ്ടായിരുന്നു. എയർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ടെമ്പറേച്ചർസ് കാണിക്കുന്ന വിൻഡിന്റെ ഒരു സ്ട്രീംസിനെയാണ് നമ്മൾ എയർ മാസ് എന്ന് പറയുന്നത്. ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു വലിയ എയർ സമൂഹത്തെ അല്ലെങ്കിൽ എയറുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എയർ മാസുകൾ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ രണ്ട് എയർ മാസ്, ഫോർ എക്സാമ്പിൾ എന്താണ്, ടെമ്പറേച്ചർ കൂടുതലുള്ള ഒരു എയർ മാസും കോൾഡ് എയർ മാസും ഉണ്ടാവും. ഇതിന്റെ ബിറ്റ്വീനിലുള്ള സ്പേസിനെയാണ് നമ്മൾ ഫ്രണ്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ അല്ലെങ്കിൽ ടെമ്പറേറ്റ് സൈക്ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഫ്രണ്ടൽ ഒറിജിൻ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹീറ്റ് കൂടുതൽ വേണം. ഒരു 27 ഡിഗ്രി ഹീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. കടലിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. കര തൊടുമ്പോൾ, അതായത് കര തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതിന്റെ എഫക്റ്റീവ്നെസ് കുറയും. ദെൻ വിൻഡ് ഷിയർ കുറവായിരിക്കണം ഇങ്ങനെ ട്രോപ്പിക്കൽ സൈക്ലോണുകൾ ഫോം ചെയ്യാൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഓക്കെ, സോ വിൻഡ് ഷിയർ കുറവാണ്. അതുകൊണ്ടാണ് മൺസൂൺ കാലഘട്ടങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിലൊന്നും സൈക്ലോൺസ് ഫോം ചെയ്യാത്തത്. അവിടെ വിൻഡ് ഷിയർ കൂടുതലായിരിക്കും. കാരണം എന്താണ്? അവിടെ എന്താണ്, സൗത്ത് എന്താണ്, നമ്മളുടെ മൺസൂൺ വിൻഡ്സ് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ തിയറി ഉണ്ടല്ലോ, നമ്മളുടെ ഈ ഇക്വറ്റോറിയൽ റീജിയൻ, ഇക്വറ്റോറിയൽ അല്ല, ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ മുകളിലേക്ക് കയറുകയും അതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ട്രേഡ് വിൻഡുകൾ മുകളിലേക്ക് കയറുകയും ചെയ്യുന്നു. സോ വിൻഡ് ഷിയർ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മളുടെ സൈക്ലോൺസുകളുടെ കഥ നമ്മൾ പത്രങ്ങളിൽ കേൾക്കാത്തത്. പക്ഷേ നവംബർ ഡിസംബർ കാലഘട്ടങ്ങളിൽ വിൻഡ് ഷിയർ കുറവായിരിക്കും, ടെമ്പറേച്ചർ താരതമ്യേന കൂടുതലായിരിക്കും, 27 ഡിഗ്രി. ദെൻ കടലിൽ മാത്രമേ നമ്മളുടെ ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ. ബേ ഓഫ് ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അറേബ്യൻ സീയില് അത്രത്തോളം കാണുന്നില്ല. അറേബ്യൻ സീയിൽ കാണുന്നില്ല ഇൻ ദ സെൻസ് നില്ലാണ്, ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ബേസിക്കലി 1-2 റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആയി, അത്രേ ഉള്ളൂ. കാരണം അറേബ്യൻ സീയിനേക്കാൾ ചൂട് കൂടുതലാണ് ബേ ഓഫ് ബംഗാളിലെ കടല്. ഓക്കെ, അതുകൊണ്ടാണ് ബേ ഓഫ് ബംഗാൾ റീജിയനുകളിൽ കൂടുതലായിട്ട് എന്ത് വരുന്നത്, സൈക്ലോൺസുകൾ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ഡിസ്കഷനിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സൈക്ലോൺസ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളതല്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇല്ലെങ്കിൽ ആ ഒരു ക്ലാസ് നിങ്ങൾ കാണുക. പുതുതായിട്ട് വരുന്ന സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2027 എയർലി പ്രിപ്പറേഷൻ നടത്തുന്നവരുണ്ടെങ്കിൽ ആ ക്ലാസ് കൂടിയിട്ട് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ തന്നെയുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഹൗ ദ സൈക്ലോൺസ് ആർ നെയിംഡ്. എങ്ങനെയാണ് സൈക്ലോൺസിന് പേര് കൊടുക്കുന്നത്? സോ നിങ്ങൾക്ക് പലർക്കും ഉള്ള ഡൗട്ടാണ്, എങ്ങനെയാണ് ഈ സൈക്ലോൺസിന് പേര് കൊടുക്കുന്നത്? ആരായിരിക്കും പേര് കൊടുക്കുന്നത്? ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണോ സൈക്ലോൺസിന് പേര് കൊടുക്കുന്നത്? ആണോ? പലരും കരുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം, ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് സൈക്ലോൺസിന് പേര് കൊടുക്കുന്നത്. അത് പാർഷ്യലി ശരിയാണ്. എന്താണ്? അത് പാർഷ്യലി ശരിയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് സൈക്ലോൺസിന് പേര് കൊടുത്തിരുന്നതെങ്കിൽ പാകിസ്ഥാൻ ഈ പേരുകൾ അക്സെപ്റ്റ് ചെയ്യും. പാകിസ്ഥാൻ പറയും, സൈക്ലോൺസ് നമ്മളുടെ നാട്ടിലേക്ക് വരുന്ന സൈക്ലോൺസിനൊക്കെ നമ്മൾ പേര് കൊടുത്തോളാം, ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അതിന് പേര് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ആര് പറയും? നമ്മളുടെ പാകിസ്ഥാൻ അടക്കമുള്ള കൺട്രീസ് വേണമെങ്കിൽ പറയാം, ഇല്ലേ? സോ how these IMD,
ഡിഫൈൻ ദീസ് നെയിംസ്, അല്ലെങ്കിൽ ആരാണ് IMDക്ക് ഈ പേരുകൾ കൊടുക്കാനായിട്ടുള്ള അധികാരം കൊടുക്കുന്നത്. ഓക്കെ, സോ 2004 മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 2004 മുതലാണ് നമ്മൾ ചില കൺട്രീസിന്റെ പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ട് ചില പാനലുകൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ചില കൺട്രീസിന്റെ പാർട്ടിസിപ്പേഷൻസോട് കൂടിയിട്ട് ചില പാനലുകൾ ക്രിയേറ്റ് ചെയ്തു. സോ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സൈക്ലോൺസിന് പേര് കൊടുക്കാനായിട്ട് പറ്റില്ല. ലോകത്ത് സൈക്ലോൺസിന് പേര് കൊടുക്കാൻ, സോ ഇതിന് ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പോലെ വേൾഡിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവല്ലോ, വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ, WMO. സോ WMOയ്ക്ക് എല്ലാ നാട്ടിലും പോയിട്ട് പേര് കൊടുക്കാനായിട്ട് പറ്റുമോ? ഇല്ല, പേര് കൊടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് WMO എന്ത് ചെയ്തു? WMO ഡിഫറന്റ് പാനൽസുകൾ ക്രിയേറ്റ് ചെയ്തു. ഓരോ റീജിയണൽ സ്പെസിഫിക്കിനും ഓരോ പാനലുകൾ ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ നിങ്ങൾക്കറിയാം, സൈക്ലോൺസ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ഏരിയയിൽ മാത്രം വിളിക്കുന്ന പേരാണ്. അതാണ്ട് ഓസ്ട്രേലിയക്ക് പോയി കഴിഞ്ഞാൽ സൈക്ലോൺസ് ഇല്ല, ഹൂറിക്കെയിൻസ് അങ്ങനെയൊക്കെയാണ് അവിടെ പേര് വിളിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ ഒരു ഡിഫറെന്റ് റീജിയണൽ സ്പെസിഫിക് ആയിട്ടുള്ള പാനൽസുകൾ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പേര് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പാനൽ. ഓക്കെ, സോ അതിൽ ആരൊക്കെ ഉണ്ടാവും? വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷനും യുണൈറ്റഡ് നേഷന്റെ എക്കോണമിക് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ആൻഡ് ദ പസഫിക്, ഈ രണ്ടു പേരും കൂടി ചേർന്നിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്തു? പാനൽ ഓൺ ട്രോപ്പിക്കൽ സൈക്ലോൺസ്. എന്താണ്? പാനൽ ഓൺ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് പറയുന്ന ഒരു പാനൽ ക്രിയേറ്റ് ചെയ്തു. ഈ പാനൽ എന്താ ചെയ്യുന്നത്? ഈ പാനലില് 13 മെമ്പർ കൺട്രീസ് ഉണ്ടാകും. ട്രോപ്പിക്കൽ സൈക്ലോൺ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള രാജ്യങ്ങളുടെ 13 മെമ്പേഴ്സ് ഈ ഒരു പാനലില്, ഈ റീജിയണൽ സ്പെസിഫിക് ആയിട്ടുള്ള പാനലിൽ ഉണ്ടാകും. ഓക്കെ, ദെൻ ഈ 13 മെമ്പർ കൺട്രീസും അവരവരുടെ പേര് ഒരു ലിസ്റ്റ് ആയിട്ട് സമർപ്പിക്കും. അതായത് ഇവര് സൈക്ലോൺസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന പേരിടണം എന്ന് ഓരോ കൺട്രീസും, ഈ 13 മെമ്പർ കൺട്രീസും സമർപ്പിക്കും. ആ 13 കൺട്രീസിൽ പെടുന്ന കൺട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കി. ഇന്ത്യയുണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, മാൽദീവ്സ് ഉണ്ട്, മ്യാൻമർ ഉണ്ട്, ഒമാൻ ഉണ്ട്, ശ്രീലങ്കയുണ്ട്, തായ്ലൻഡ് ഉണ്ട്, ഇറാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE, യമൻ. അതൊക്കെ ഉണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും മാൽദീവ്സ് നമ്മളുടെ അടുത്ത് കിടക്കുന്നത്. പിന്നെ ശ്രീലങ്കേനെയും പിടിക്കാം. മ്യാൻമർ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ. ദെൻ ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE, യമൻ. വിച്ച് മീൻസ് അറേബ്യൻ സീയുടെ പാർട്ടായിട്ടുള്ള കൺട്രീസും ഉണ്ട്, ബേ ഓഫ് ബംഗാളിന്റെ റിമ്മിൽ കിടക്കുന്ന കൺട്രീസും ഉണ്ട്. സോ ഇന്ത്യൻ ഓഷ്യൻ, നോർത്തേൺ ഇന്ത്യൻ ഓഷ്യൻ, ഇതിൽ ഓസ്ട്രേലിയ ഉണ്ടോ? ഇല്ല. ദെൻ ഇന്തോനേഷ്യ ഉണ്ടോ? അപ്പൊ ഇന്തോനേഷ്യയിൽ ഒരു കൊടുങ്കാറ്റ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആര് പേരിടും? ഞങ്ങളുടെ കൊടുങ്കാറ്റിന് പേരില്ല എന്ന് പറയൂ? അല്ല. ദർ ഈസ് അനദർ പാനൽ ഫോർ ഇന്തോനേഷ്യൻ റീജിയൻസ് ആണ് പെർട്ടിക്കുലർലി എനിക്കറിയില്ല. പക്ഷേ പാനൽ ഓൺ ട്രോപ്പിക്കൽ സൈക്ലോൺസ് പോലെ അനദർ പാനൽ അവിടെ ഉണ്ടാകും. അതിലും ഇതുപോലെ ഒരുപാട് കൺട്രീസ് ഉണ്ടാകും. ദെൻ അപ്പോ പാനൽ ഓൺ ട്രോപ്പിക്കൽ സൈക്ലോൺസിൽ എത്ര കൺട്രീസ് ഉണ്ട്? നോർത്തേൺ അറേബ്യൻ സീയിലെയും ബേ ഓഫ് ബംഗാളിലെയും കൺട്രീസ് ഉണ്ട്. വിച്ച് മീൻസ് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാൽദീവ്സ്, ശ്രീലങ്ക, ദെൻ അറേബ്യൻ സീഡ് ആയിട്ടുള്ള നമ്മളുടെ മേജർ അറബിക് കൺട്രീസ് കൂടി ഉണ്ട്. യമൻ ഉണ്ട്, നമ്മളുടെ UAE ഉണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് കൺട്രീസ് ഉണ്ട്. ഇവരെന്ത് ചെയ്യും? ഇവര് നെയിമുകൾ സജസ്റ്റ് ചെയ്യും. ദെൻ നെയിമുകൾ സജസ്റ്റ് ചെയ്തിട്ട് ഈ പാനല്, ഏത് പാനലാണ്? പാനൽ ഓൺ ട്രോപ്പിക്കൽ സൈക്ലോൺ, ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ, അതായത് ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ ഒരു റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മെട്രോളജിക്കൽ സെന്റർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. സോ ഇത് ആരെങ്കിലും പേരിടണമല്ലോ ഈ റീജിയണൽ സ്പെസിഫിക് സ്പേസിൽ. വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ വന്നിട്ട് പേരിടാനായിട്ട് പറ്റുമോ? ഇല്ല. ഈ പാനല് എന്താണ്? ഈ പാനല് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി അല്ല, ഒരു ഗവേണിംഗ് ബോഡി ആയിട്ട് അവിടെ നിർത്താനായിട്ട് പറ്റുമോ? ഇല്ല. എന്ത് ചെലവാണ്? അതായത്
ഒരു സൈക്ലോൺ ഉണ്ടാകുമ്പോൾ മാത്രം രൂപീകരിക്കേണ്ടതായ പോലെ ഒരു പാനൽ അല്ലെങ്കിൽ ഒരു ഗവേണിംഗ് ബോഡി. അല്ലാണ്ട് വർഷം മുഴുവനും ഇത്രയും ആളുകൾക്ക് പൈസയും കൊടുത്ത് ഒരു സെക്രട്ടേറിയറ്റും വെച്ചുകൊണ്ട് ഈ പാനലിൽ ഇരിക്കേണ്ട ആവശ്യകതയുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ പാനൽ എന്ത് ചെയ്തു? റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മെറ്ററോളജിക്കൽ സെന്റേഴ്സിന് പേരിടാനായിട്ടുള്ള റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മെറ്ററോളജിക്കൽ സെന്റേഴ്സിന് പേരിടാനായിട്ടുള്ള അധികാരം കൊടുത്തു. അപ്പൊ അവരെന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ലിസ്റ്റ് ഉണ്ടല്ലോ, 13 പേരും തന്നിരിക്കുന്ന ലിസ്റ്റ്, അതൊരു ക്രോഡീകരിച്ച ഒറ്റ ലിസ്റ്റ് ആ പാനൽ. ആ പാനലിൽ നിന്ന് എന്താണ് ക്രോണോളജിക്കൽ വൈസ് അല്ലെങ്കിൽ സീരിയൽ നമ്പർ വൈസ് ഓരോ സൈക്ലോണിനും പേരിടും. ഓക്കെ, സോ സൈക്ലോൺ ഫോം ചെയ്തു എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മെറ്ററോളജിക്കൽ സെന്റർ പേരിടും. ഈ റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മെറ്ററോളജിക്കൽ സെന്റർ ആണ് ഇന്ത്യൻ മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, സോ ഇന്ത്യൻ മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമ്മളുടെ ഈ ട്രോപ്പിക്കൽ സൈക്ലോണിന്റെ പാനലിന്റെ റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മെറ്ററോളജിക്കൽ സെന്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന് പേരുകൾ ഇടാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോ ഈ ദിത്വ എന്ന് പറയുന്ന എന്താണ് സൈക്ലോൺ വന്നു കഴിഞ്ഞപ്പോ ആരാണ് ഇത് സജസ്റ്റ് ചെയ്ത്? ഈ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ യമൻ എന്ന് പറയുന്ന കൺട്രിയാണ്. പക്ഷെ പേരിട്ടത് ആരാണ്? ഇന്ത്യയുടെ റീജിയണൽ സ്പെസിഫിക് മെറ്ററോളജിക്കൽ സെന്റർ ആണ്. റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മെറ്ററോളജിക്കൽ സെന്റർ ആയിട്ടുള്ള IMD ആണ്. ചെന്നൈയിൽ നിന്നിട്ടാണ്. നിങ്ങൾ ഹിന്ദുവിന്റെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ ഒരു ഷോർട്സ് കാണാനായിട്ട് പറ്റും. അവിടെ ഒരു ലേഡി എന്താണ് RNCയുടെ ചെന്നൈ ഹെഡോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. സോ ആ ലേഡി ഇങ്ങനെ പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ പേരിടുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ആ ലേഡി പറയുന്ന ഒരു വീഡിയോ, ഒരു ഷോർട്സ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ പേര് കാണാനായിട്ട് പറ്റും. എന്താണ് നമ്മളുടെ WMOന്റെ പേര് കാണാൻ പറ്റും, ESCAPന്റെ പേര് കാണാൻ പറ്റും. അപ്പൊ ഇതെല്ലാം നമ്മളൊന്ന് ചിന്തിക്കണം, എങ്ങനെയാണ് ഈ പേരിടുന്നത്. ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൻസർ വാല്യൂബിൾ ആകില്ല. കാരണം എന്താണ്? ഇന്ത്യൻ മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ല പേരിടുന്നത്. പിന്നെ ആരാ പേരിടുന്നത്? റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മെറ്ററോളജിക്കൽ സെന്റർ ആണ്. അവർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത് ആരാണ്? അവർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത് നമ്മളുടെ പാനലാണ്. ഏത് പാനൽ? പാനൽ ഓൺ ട്രോപ്പിക്കൽ സൈക്ലോൺ. ഇതിൽ ആരൊക്കെയുണ്ട്? നമ്മളുടെ വേൾഡ് മെറ്ററോളജിക്കൽ ഓർഗനൈസേഷനും യുണൈറ്റഡ് നേഷന്റെ എക്കോണമിക് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ആൻഡ് പസഫിക് എന്ന് പറയുന്ന 2 ഓർഗനൈസേഷനുകളും 13 മെമ്പർ കൺട്രീസും ഉണ്ട്. അവര് പേരുകൾ നിർദ്ദേശിക്കും. എന്നിട്ട് ആർക്ക് പേരിടാനായിട്ടുള്ള അധികാരം ഡെലിഗേറ്റ് ചെയ്തു കൊടുത്തു? നമ്മളുടെ റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മെട്രോളജിക്കൽ സെന്റർ. ഓക്കെ, സോ ഈ ഒരു പ്രദേശത്ത് ഏറ്റവും നല്ല മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വരുന്ന ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന് ആ ഒരു സ്റ്റാറ്റസ് അവർ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇനി മുതൽ പേരിട്ടോളൂ എന്ന് പറഞ്ഞു. സോ അങ്ങനെയാണ് പേരിടുന്നത്. ഇവരെന്ത് ചെയ്യും? ഇതിപ്പോ നെക്സ്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ യമൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കൺട്രി ഏത് പേരാണോ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ പേരായിരിക്കും നെക്സ്റ്റ് സൈക്ലോൺസിന് ഇവരിടുന്നത്. സോ ഇങ്ങനെയാണ് സൈക്ലോൺസിനെ ക്രിസ്റ്റ്യനൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പേരിടുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് പോകാം. നെക്സ്റ്റ് ന്യൂസ് ഈസ് റിലേറ്റഡ് ടു ഓപ്പറേഷൻ സാഗർ ബന്ധു. കഴിഞ്ഞ ലാസ്റ്റ് പറഞ്ഞ ന്യൂസുമായിട്ട് ബന്ധമുണ്ട്. നമ്മൾ ഈ ദിത്വ അടിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീലങ്കയിലൊക്കെ ഹ്യൂജ് ഫ്ലഡ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. കേരളത്തിൽ താമസിക്കുന്നവരാണെങ്കിൽ എസ്പെഷ്യലി എന്താണ് കൊച്ചി, തൃശ്ശൂര് അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രഭാത കാലത്ത് ഉള്ളൊരു തണുപ്പുണ്ടല്ലോ, അതായത് ഇപ്പോ വിന്റർ സീസൺ ആണെന്നൊക്കെ നമ്മൾ പറയുന്നത്. എന്നാൽ ഉച്ചയായി കഴിഞ്ഞാൽ ആ തണുപ്പ് പോകാത്തൊരു സ്ഥിതി നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് വിന്റർ സീസൺ അറൈവ് ചെയ്തു, രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മെറ്ററോളജിക്കൽ ഫാക്ടേഴ്സ് കൊണ്ടാണ് ആ ഒരു തണുപ്പ് അങ്ങനെ നിലനിൽക്കാനായിട്ട് കാരണമെന്നാണ് എന്താണ് വിദഗ്ധര് പറയുന്നത്. ഓക്കെ, സോ ഈ ഓപ്പറേഷൻ നമ്മളുടെ ഈ ദിത്വ സൈക്ലോൺസ് ഒക്കെ അടിച്ചത് കാരണമാണ് ആ ഒരു പ്രൊലോങ്ങേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിന്റർ അല്ലെങ്കിൽ ഒരു കോൾഡ് നിങ്ങൾക്ക് വരുന്നത് എന്നാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ പറഞ്ഞു വന്നത് നമ്മളുടെ ഈ ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിത്വ അഫക്റ്റഡ് ഏരിയയിൽ നിന്ന് പെർട്ടിക്കുലർലി ശ്രീലങ്കയിൽ നിന്നും ആളുകളെ തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ,
ഇതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന രണ്ട് എയർക്രാഫ്റ്റുകളാണ് IL-76 ആൻഡ് C-130J. നിങ്ങൾ ഇന്ത്യയുടെ ഏത് ഇമ്പോർട്ടന്റ് മിഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഓപ്പറേഷൻ സിന്ധു എന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൽ നിന്ന് അല്ലെങ്കിൽ പാലസ്തീൻ ഇസ്രായേൽ സംഘർഷ മേഖലയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആളുകളെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള മിഷൻ ആയിരുന്നു ഓപ്പറേഷൻ സിന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതുപോലെ ഡിഫറെന്റ് മിഷൻസുകളിൽ ഇന്ത്യ യൂസ് ചെയ്യുന്ന എയർക്രാഫ്റ്റ് ആണ് ഈ എയർക്രാഫ്റ്റ് C-130J എന്ന് പറയുന്നത്. ഇറ്റ്സ് ആക്ച്വലി US എയർക്രാഫ്റ്റ്. US-ന്റെ ഒരു എയർക്രാഫ്റ്റ് ആണ് ഈ C-130J എന്ന് പറയുന്ന എയർക്രാഫ്റ്റ്. സോ ആ ഒരു കാര്യം നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. അതൊരു എയർക്രാഫ്റ്റ് ആണ്. അത് US ആണ് പ്രപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയും US തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഒരു എക്സാമ്പിൾ ഒക്കെ ആയിട്ട് നമ്മൾ ഈ C-130J നമുക്ക് തന്നത് അവര് നമ്മൾ പലപ്പോഴും എക്സാമ്പിൾ ഒക്കെ ആയിട്ട് കോട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ അത് എഴുതാൻ പറ്റില്ല, കാരണം താരിഫുകൾ അടിച്ച് നമ്മളെ ഒരു വഴിക്കാക്കിയിട്ടിരിക്കുകയാണ് നമ്മളുടെ US എന്ന് പറയുന്നത്. സോ ഓപ്പറേഷൻ സാഗർ ബന്ധുവും C-130J കുറിച്ചിട്ടൊന്ന് ഓർത്തു വെക്കുക. C-130J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ റെസ്ക്യൂ മിഷൻസിനും, പ്രധാനപ്പെട്ട എല്ലാ റെസ്ക്യൂ മിഷൻസിനും കൊണ്ടുപോകുന്ന എയർക്രാഫ്റ്റ് ആണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ശ്രീലങ്കയിൽ നിന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇസ്രായേലിൽ നിന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാലും റിലീഫിന് പോകുന്ന നമ്മളുടെ ഒരു മേജർ വാഹനമാണ് C-130J എന്ന് പറഞ്ഞാൽ. ഇത് US നമുക്ക് തന്നിട്ടുള്ള വിമാനമാണ് എന്ന് കൂടിയിട്ട് നമ്മളൊന്ന് ഓർത്തിരിക്കുക. ദെൻ എന്താണ് എയ്ഡ്സ്? ഇന്ന് എന്താണ് December 1 വേൾഡ് എയ്ഡ്സ് ഡേ ആണ്. സോ എയ്ഡ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയാം, കഥകൾ അറിയാം. എന്താണ് HIV വൈറസ് എന്ന് അറിയാം, എയ്ഡ്സ് എങ്ങനെയാണെന്നുള്ളത് അറിയാം. സോ എന്താണ് നമ്മളുടെ ഈ T ലിംഫോസൈറ്റുകളെ, നമ്മളുടെ പ്രതിരോധ ശേഷിയെ ഈ വൈറസ് എങ്ങനെ ബാധിക്കും? വൈറസ് എന്ത് ചെയ്യും? അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യും. നമ്മളുടെ RNA-യെയും DNA-യെയും ഇത് മോഡിഫൈ ചെയ്തിട്ട് നമ്മളുടെ പ്രതിരോധ സംവിധാനങ്ങളെ, T ലിംഫോസൈറ്റുകളെ, വൈറ്റ് ബ്ലഡ് സെൽസുകളെ ഇത് അറ്റാക്ക് ചെയ്യും. സോ ഇന്ത്യയില് നമ്മൾ ഇതിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് എയ്ഡ്സ് വരുന്നത്. സെക്ഷൽ ഇന്റർകോഴ്സ് വഴി വരാറുണ്ട്, ദെൻ നീഡിൽസുകൾ യൂസ് ചെയ്യുമ്പോൾ വരാറുണ്ട്, ദെൻ എന്താണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ് എയ്ഡ്സിന്റെ ഒരു ട്രാൻസ്മിഷൻസ് നടക്കുന്നത്. ഓക്കെ, ഇപ്പൊ പണ്ട് ഇപ്പൊ ഞാനൊക്കെ ചെറുപ്പത്തിലായിരുന്നപ്പോ ഈ ടാറ്റു അടിച്ചു കഴിഞ്ഞാൽ എയ്ഡ്സ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് വലിയ പ്രചാരണങ്ങൾ നടക്കുമായിരുന്നു. ടാറ്റു അടിച്ചു കഴിഞ്ഞാൽ എയ്ഡ്സ് വരും, പിന്നെ എന്താണ് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ എയ്ഡ്സ് വരും. പിന്നെ നമ്മൾ പണ്ടൊരു വാട്സപ്പ് സന്ദേശം ഉണ്ടായിരുന്നു, എന്താണ് ഫ്രൂട്ടിയുടെ കുപ്പിയിൽ എയ്ഡ്സിന്റെ ചോര തുള്ളികൾ ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അങ്ങനെയൊന്നും എയ്ഡ്സ് പകരില്ല എന്ന് പിന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പത്രങ്ങളും വായിച്ചിട്ട് പിന്നെ എന്താണ് അവയർനെസ് ക്യാമ്പയിനുകളൊക്കെ നടത്തി, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള അവയർനെസ് ക്യാമ്പയിനുകളൊക്കെ നടത്തിയിട്ടൊക്കെയാണ് നമുക്ക് ഈ എയ്ഡ്സ് എങ്ങനെയാണ് പകരുന്നത്, എന്തുകൊണ്ട് പകരില്ല, എങ്ങനെ പകരില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. സോ ഈ അവസരത്തില് തമിഴ്നാട് ഗവൺമെന്റിന്റെ എയ്ഡ്സ് റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ അവയർനെസ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മളുടെ ഗ്ലോബൽ ശ്രദ്ധ എന്താണ് ആർജിച്ചെടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എയ്ഡ്സിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട്, എയ്ഡ്സിനെ ഫോർ എക്സാമ്പിൾ ഏതൊരു ഇത് വന്നു കഴിഞ്ഞാലും, ഇതൊരു രോഗം വന്നു കഴിഞ്ഞാലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആക്ട് ചെയ്യുമല്ലോ. ഇവര് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഒരു സൊസൈറ്റി ഫോം ചെയ്തു. ഓക്കെ, സോ സൊസൈറ്റീസ് ആക്ടിന്റെ അണ്ടറിൽ ഒരു സെപ്പറേറ്റ് സൊസൈറ്റി ആയിട്ട് ഇവർ രജിസ്റ്റർ ചെയ്തു. അതിന് ഫുൾ ഓട്ടോണമി അവർ കൊടുത്തു. സോ എയ്ഡ്സ് റിലേറ്റഡ് ആയിട്ട്, HIV റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ പ്ലാൻ ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക, ദെൻ അതിനുള്ള ഫണ്ടുകൾ കണ്ടെത്തുക. ഗവൺമെന്റ് ഒരു ഫണ്ട് കൊടുക്കും, നാഷണൽ ഗവൺമെന്റ് ഒരു ഫണ്ട് കൊടുക്കും, അത് സംസ്ഥാന ഗവൺമെന്റിനായിരിക്കും കൊടുക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഓട്ടോമാറ്റിക്കലി ഇത് എങ്ങടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഇത് ഈ സൊസൈറ്റിക്ക് ട്രാൻസ്ഫർ ചെയ്യും. സൊസൈറ്റി അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക, അവയർനെസ് ക്യാമ്പയിനുകൾ സെറ്റ് ചെയ്യുക. ദെൻ അങ്ങനെയുള്ള ഒരു പ്ലാൻ ഫസ്റ്റ് ഫേസിൽ തന്നെ നമ്മളുടെ തമിഴ്നാട് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചു. ദെൻ സെക്കൻഡ് ഫേസ് ആയി കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു? നാഷണൽ ഗവൺമെന്റ് ഈ ഒരു പ്ലാൻ എല്ലാ ഗവൺമെന്റുകളും അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, സോ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ
ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അറൌണ്ട് എത്രയാണ് 40 മില്യൺസ് ഓളം ആളുകൾ എന്താണ് എയ്ഡ്സിന് അടിമകളായിട്ട് ഉണ്ട്. സോ അത് 10% എന്ന നിരക്കിൽ കുറഞ്ഞു വരുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നതെങ്കിലും ഒരു എന്താണ് ഞെട്ടിക്കുന്ന ഒരു കണക്ക് ഇന്നലത്തെ മാതൃഭൂമിയുടെ ഇന്ന പേജിൽ ഞാൻ അവിചാരിതമായിട്ട് കാണാനായിട്ട് ഇടയായി. ഓക്കെ, ഇന്നലത്തെ മാതൃഭൂമി ഞാനൊന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് അവിചാരിതമായിട്ട് ഇങ്ങനെ ഒരു കണക്ക് കാണാനായിട്ട് ഇടയായി. സോ HIV ബാധിതരിൽ 15% യുവാക്കൾ എന്നുള്ള രീതിയിലാണ് മാതൃഭൂമി ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ അത് കേരളത്തിലെ കണക്കാണ്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, കേരളത്തിലെ കണക്കാണ്. എന്താണ് കേരളത്തിലെ മുൻപ് 10%-അടുത്ത് ഏകദേശം 12% യുവാക്കളുടെ എണ്ണം ഇപ്പോ കറന്റ് 15-16% HIV രോഗബാധിതരുടെ എണ്ണം കൂടുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. സോ ഇതിന് പെർട്ടിക്കുലർലി പറയുന്നത് ഹെറ്ററോസെക്ഷൽ ഇന്റർകോഴ്സുകളാണ്. ദെൻ ഡ്രഗ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സെയിം നീഡിൽസ് ഉപയോഗിക്കും. ഓക്കെ, സോ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെയാണ് ഈ യുവാക്കളില് ഈ HIV രോഗബാധ അല്ലെങ്കിൽ എയ്ഡ്സ്, അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്ന് പറയുന്ന ഈ രോഗാവസ്ഥ എന്ത് വരുന്നത്, മൂർച്ഛിക്കുന്നത്, അല്ലെങ്കിൽ മൂർച്ഛിക്കുന്നതെന്നല്ല, രോഗാവസ്ഥ ഉടലെടുക്കുന്നത് എന്നാണ് കേരളത്തിലെ കണക്കുകൾ തെളിയിക്കുന്നത്. സോ ഇതിനെ നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് നമുക്ക് എടുത്തു വെച്ചുകൂടെ? ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്കും യുവാക്കളുടെ ഇടയിലേക്ക് ഈ HIV രോഗബാധ കൂടാനായിട്ടുള്ള സാധ്യതകൾ പല സ്റ്റഡീസും പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പല സ്റ്റഡീസും പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ പെർട്ടിക്കുലർലി തമിഴ്നാടിന്റെ എന്താണ് ഒരു സക്സസ് സ്റ്റോറിയാണ് നമ്മൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതെങ്കിലും നമ്മൾ ഇനി ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഈ യുവാക്കളുടെ എണ്ണത്തിൽ ഈ HIV രോഗബാധിത കൂടുന്നത് നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ള കാര്യം ആയിരിക്കണം. സോ മെയിൻസിനൊക്കെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ തട്ടിക്കൊള്ളുക, യുവാക്കളുടെ ഇടയിൽ എന്ത് വരുന്നു, എയ്ഡ്സിന്റെ രോഗബാധിതരുടെ എണ്ണം കൂടുന്നുണ്ട്. ലോകത്തെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ എയ്ഡ്സ് കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ഈ യുവാക്കളുടെ ഇടയിലുള്ള എണ്ണം കൂടുന്നത് ഒരു അലാമിങ് സിറ്റുവേഷൻ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്തേക്കുക. ദെൻ ട്യൂബർകുലോസിസ് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്യൂബർകുലോസിസിനെ മാത്രമായിട്ട് എടുത്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 2025 നമ്മൾ എലിമിനേറ്റ് ചെയ്യും എന്നുള്ള ഒരു പ്ലാനൊക്കെയാണ് ഇന്ത്യക്ക്. പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ല. എന്നാൽ എന്താണ് നമ്മൾ ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചറുകൾ കൊടുക്കുന്നുണ്ട്, ഡയഗ്നോസിസ് സെന്റേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ് മരുന്നുകളും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി എൻഡ് ചെയ്തിട്ട് 2030 കൂടിയിട്ട് എൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. ഏത് ട്യൂബർകുലോസിന്റെ കാര്യത്തിൽ. അപ്പൊ ലോകത്ത് ട്യൂബർകുലോസിസ് എൻഡ് ചെയ്യുന്നത് 2030 കൂടിയിട്ട് എന്നുള്ളതാണ് നമ്മൾ പ്രൊജക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇന്ത്യ 5 വർഷം മുന്നേ പ്ലാൻ ചെയ്തെങ്കിലും ഇപ്പോൾ അത് ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് നടന്നിട്ടില്ല. എന്നാലും കുറഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ HIV ബാധിതരിൽ ഉണ്ടാകുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഈ ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ ക്ഷയം എന്ന് പറയുന്നത്. ഓക്കെ, സോ അവരുടെ ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടുകയും ബാക്കി രോഗങ്ങൾ പെട്ടെന്ന് പടർന്നു പിടിക്കുകയും ചെയ്യും. ഓക്കെ, സോ ഈ ക്ഷയരോഗം എന്ന് പറയുന്നത് നമ്മളുടെ HIV രോഗബാധിതരിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലമാണ്. സോ HIV ബാധിതരെ കുറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ട്യൂബർകുലോസിന്റെ എണ്ണവും കുറയാനായിട്ട് സാധ്യതയില്ലേ? സാധ്യത ഉണ്ട്. സോ ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് എന്ന് കൂടിയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടന്റ്. ഇൻസ്റ്റിറ്റ്യൂഷണലൈസിംഗ് അനിമൽ റെപ്രസെന്റേഷൻ. അനിമൽ റെപ്രസെന്റേഷനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. എങ്ങനെയാണ് റെപ്രസെന്റേഷനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാനായിട്ട്? അനിമലിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടോ? സോ മേനകാ ഗാന്ധിയുടെ ആണ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. പ്രമുഖമായിട്ടുള്ള നമ്മളുടെ അനിമൽ ആക്ടിവിസ്റ്റ് ആണ് മേനകാ ഗാന്ധി എന്ന് പറയുമ്പോൾ. മേനകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മളുടെ ആർട്ടിക്കിൾ 19, 21 പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കേസ് ലോ നമ്മൾ പഠിക്കാറുണ്ട്. സോ മേനകാ ഗാന്ധി അറിയപ്പെടുന്ന ഒരു ആക്ടിവിസ്റ്റ് ആണ്, അനിമൽ ആക്ടിവിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിൾ ആണ് ഇന്നത്തെ ഓപ്പൺ എഡിറ്റോറിയലിൽ വന്നിരിക്കുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് അനിമൽസിന് ഒരു റെപ്രസെന്റേഷൻ വേണം. റെപ്രസെന്റേഷൻ എന്നുകൊണ്ടിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അനിമൽസ് വോട്ട് ചെയ്യാനായിട്ടുള്ള അധികാരം കൊടുക്കണം എന്നൊന്നുമല്ല. ഇവർക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ജുഡീഷ്യറി ബോഡി ക്രിയേറ്റ് ചെയ്യപ്പെടണം. എന്താണ്? ഇവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ജുഡീഷ്യറി ബോഡി ക്രിയേറ്റ് ചെയ്യണം. ഹ്യൂമൻ ആക്ട് ആസ് അക്കൗണ്ടബിൾ ട്രസ്റ്റീസ്.
Their job is to protect the interest of animal with care, loyalty and prudence. ഓക്കെ, ഹ്യൂമൻസിനെ എന്താക്കണം? ഹ്യൂമൻസിനെ അനിമൽസിന്റെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള അക്കൗണ്ടബിൾ ട്രസ്റ്റീസ് ആക്കണം. ആ ഒരൊറ്റ വാക്കിലാണ് ഈ ഒരു ടോട്ടൽ ഡിസ്കഷൻ നാം കൊണ്ടുപോയിരിക്കുന്നത്. ഓക്കെ, സോ ഹ്യൂമൻസിനെ അക്കൗണ്ടബിൾ ട്രസ്റ്റീസ് ആക്കിയിട്ട് മാറ്റണം എന്നാണ് മനേകാ ഗാന്ധി പറയുന്നത്. സോ ഒരു ഫ്യുഡീഷ്യറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽഡ് ചെയ്യണം. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എലിഫന്റ്സിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി തന്നെ നേരിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കൃത്യമായിട്ട് പെർഫോം ചെയ്യുന്നില്ല. സോ അങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, പകരം ഒരു ഫ്യുഡീഷ്യറി ഇൻഡിപെൻഡന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് ആര് പറയുന്നത്? നമ്മളുടെ മനേകാ ഗാന്ധി പറയുന്നത്. സോ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ഫ്രം ഗവൺമെന്റ് ആൻഡ് ഇൻഡസ്ട്രി, ഫിക്സഡ് ടേം, ട്രാൻസ്പെറന്റ് അപ്പോയിന്റ്മെന്റ്സ്, ഡെഡിക്കേറ്റഡ് ബഡ്ജറ്റുകൾ കൃത്യമായിട്ട് കൊടുക്കണം, യൂസിഫൈഡ് സയന്റിഫിക് എക്സ്പെർട്ട്, അങ്ങനെയുള്ള ഒരു ഇൻഡിപെൻഡന്റ് ഫ്യുഡീഷ്യറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് അനിമൽ റെപ്രസെന്റേഷന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്നാണ് നമ്മളുടെ മനേകാ ഗാന്ധി പറയുന്നത്. ഓക്കെ, സോ ഇന്ത്യയിലെ അനിമൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ബോഡീസും ഇന്ത്യയിലില്ലേ? എൻവിറോൺമെന്റ് ആൻഡ് എക്കോളജി എഫേർട്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളിലേക്കൊന്ന് തിരിച്ചു വന്നേ. സോ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അനിമൽസിന്റെ വെൽഫെയർ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ? അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ. എന്താണ് അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ? അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ ഇവിടെ നൃത്തം ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ പടം ഞാൻ വെച്ചിരിക്കുന്നത് എന്തിനാണ്? പലരും മാറിപ്പോയതാണെന്ന് വിചാരിക്കും. അല്ല, പറയാമത്. അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ഇന്ത്യയിൽ ഉണ്ട്. അപ്പോ എന്റെ അടുത്ത ചോദ്യം, സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ എന്ന് ഞാൻ പറഞ്ഞു, ഏത് ആക്ടിന്റെ അണ്ടറിൽ വരുന്ന സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ? അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ആക്ടുകളിലേക്കെല്ലാം പോയി. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പഠിച്ചിട്ടുണ്ട്, ദെൻ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പഠിച്ചിട്ടുണ്ട്, ഫോറസ്റ്റ് റൈറ്റ് ആക്ട് പഠിച്ചിട്ടുണ്ട്, ദെൻ വേറെ ഏത് ആക്ട് നമ്മൾ പഠിച്ചിരുന്നത്? നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഏത് ആക്ടിന്റെ അണ്ടറിലായിരിക്കും അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ഫോം ചെയ്തിരിക്കുന്നത്? ഈ ഒരു ആക്ടിന്റെ അണ്ടറിലും അല്ല. സോ അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ, ഞാൻ റിപ്പീറ്റഡ്ലി പറയുന്നത് പലരും തെറ്റിക്കും. അനിമൽ വെൽഫെയർ ബോർഡ് അത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ആകാനായിട്ട് പേര് കൊണ്ട് ചാൻസ് ഇല്ല എന്നൊക്കെ പലരും ചിന്തിക്കും. പക്ഷേ അങ്ങനെയൊന്നും അല്ല. ഓക്കെ, സോ അനിമൽ വെൽഫെയർ ബോർഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ആണ്. പ്രിവെൻഷൻ ഓഫ് ക്രൂവലിറ്റി ടു അനിമൽസ് ആക്ട് എന്ന് പറയുന്ന 1960 ഒരു ആക്ടിന്റെ അണ്ടറിലാണ്. സോ പ്രിവെൻഷൻ ഓഫ് ക്രൂവലിറ്റി ടു അനിമൽസ് ആക്ട് 1960 എന്ന് പറയുന്ന ആക്ടിന്റെ അണ്ടറിലാണ് ഈ ഒരു എന്ത് വന്നിരിക്കുന്നത്, ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ഫോം ചെയ്തിരിക്കുന്നത്. ദെൻ ഈ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യാനായിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റ് ആണ് രുക്മിണി അരുണ്ടലെ എന്ന് പറയുന്നത്. രുക്മിണി ദേവി അരുണ്ടലെ. രുക്മിണി ദേവി അരുണ്ടലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ക്ലാസിക്കൽ ഡാൻസിന്റെ മേഖലയിലെ ഏറ്റവും കൂടുതൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. സോ ഷീസ് എ ബോൾഡ് പേഴ്സൺ. 1904 ജനിച്ചിട്ട് 1952 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന വനിതാ അംഗമാണ് രുക്മിണി ദേവി അരുണ്ടലെ എന്ന് പറയുന്ന ക്ലാസിക്കൽ ഡാൻസർ. എക്സ്ട്രാ ഓർഡിനറി ഡാൻസർ. ഈ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ നിങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രുക്മിണി ദേവി അരുണ്ടലെ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യുന്ന വീഡിയോസും ഡാൻസ് ചെയ്യുന്ന ഫോട്ടോസും ഇതുപോലെയുള്ള ഒരുപാട് ഫോട്ടോസും കാണും. സോ അന്തകാലത്ത് 1904 തുടങ്ങിയിട്ട് 1952-57 കാലഘട്ടങ്ങളിലൊക്കെ ഡാൻസിന് വേണ്ടിയിട്ടും ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ്സിന് വേണ്ടിയിട്ടും ആക്ടിവിസത്തിന് വേണ്ടിയിട്ടൊക്കെ നിലകൊണ്ടിട്ടുള്ള ശക്തയായിട്ടുള്ള ഒരു വുമൺ ഫേസ് ആയിരുന്നു ഈ രുക്മിണി ദേവി അരുണ്ടലെ എന്ന് പറയുന്ന സ്ത്രീ. ഓക്കെ, സോ തിയോസഫിക്കൽ സൊസൈറ്റി നമ്മളുടെ ആരാണ്? ആനി ബെസന്റിന്റെ നേതൃത്വത്തിൽ. പക്ഷേ നമ്മളുടെ തിയോസഫിക്കൽ സൊസൈറ്റി തുടങ്ങിയത് ആനി ബെസന്റ് അല്ല.
മാർഗരറ്റ് ക്യുസീൻ എന്ന് പറയുന്ന ഒരാളാണ്. എക്സ്പെക്ടഡ് പ്രിലിംസ് ചോദ്യമാകാനായിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ പറഞ്ഞത്. സോ പലരും തെറ്റിക്കും. തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനി ബെസന്റ് ആണ് തുടങ്ങിയത് എന്ന് പലരും എഴുതി വെക്കാറുണ്ട്. അങ്ങനെയല്ല. മാർഗരറ്റ് ക്യുസീൻ എന്ന് പറയുന്ന ഏത് നാട്ടുകാരിയാണ്? നാട്ടുകാരി ഓർക്കുന്നില്ല, എനിക്ക് തോന്നുന്നു ലണ്ടൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ, സോ മാർഗരറ്റ് ക്യുസീൻ എന്ന് പറയുന്ന ആളാണ് തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി തുടങ്ങിയത്. സോ തിയോസഫിക്കൽ സൊസൈറ്റിയിൽ അംഗമായിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു, ദ ബോൾഡ് വുമൺ ആയിരുന്നു രുക്മിണി ദേവി അരുണ്ടലെ. സോ രുക്മിണി ദേവി അരുണ്ടലയുടെ നേതൃത്വത്തിലൊക്കെയാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബോർഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മളുടെ മനേകാ ഗാന്ധിയിലേക്ക് വന്നപ്പോഴും അല്ലെങ്കിൽ മേനകാ ഗാന്ധിയിലേക്ക് വന്നപ്പോഴും എന്താണ്, പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ വെദർ ഷീ ഫൊഗോട്ട് ദീസ് അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അദ്ദേഹം ഫോഗോട്ട് ചെയ്തോ എന്നാണ് എന്റെ ഒരു സംശയം. പക്ഷേ ഇദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ഫ്യൂഡീഷ്യറി ഇൻസ്റ്റിറ്റ്യൂഷൻ. അനിമൽ വെൽഫെയർ ബോർഡ് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അങ്ങനെ ഒരു ഓർഗനൈസേഷൻ അല്ല, പകരം ഒരു ഫ്യൂഡീഷ്യറി ഓർഗനൈസേഷനിലേക്ക് പോകണം എന്നാണ് മാം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടി ഓർക്കുക. രുക്മിണി ദേവി അരുണ്ടലയെ കുറിച്ചിട്ടും ഞാൻ ഇതിനോടൊപ്പം ആഡ് ചെയ്ത് പറഞ്ഞു. പോസിബിൾ ആയിട്ട് വേണമെങ്കിൽ ഒരു പ്രിലിംസിന് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം വിത്ത് റെഫറൻസ് ടു ദ രുക്മിണി ദേവി അരുണ്ടലെ. അദ്ദേഹമാണ് ഫസ്റ്റ് നോമിനേറ്റഡ് മെമ്പേഴ്സ് ഇൻ ദ പാർലമെന്റ്. അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ ഫോം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ പ്രിലിംസിന് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ അത്ര സ്ട്രെസ് ചെയ്ത് പറയാത്തത്. എന്നാൽ ഒരു പുതിയ ഇൻഫോർമേഷൻ ആയിട്ട് നിങ്ങൾ അത് ഗ്രാബ് ചെയ്യുക. ഓക്കെ, ദെൻ എന്താണ് റിസർച്ച് പൈപ്പ് ലൈൻസിനെ കുറിച്ചിട്ട്. ഓക്കെ, ഇന്ത്യയുടെ റിസർച്ചിന് വേണ്ടിയിട്ട് നമ്മളുടെ ഇന്ത്യൻ GDP സ്പെൻഡ് ചെയ്യുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു തുകയാണ്. ഞാൻ മുന്നേയും ഇത് പറഞ്ഞിട്ടുണ്ട്. 1% പോലും ഇന്ത്യൻ GDP നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ പണ്ട് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സാംസങ്, അതായത് നോർത്ത് കൊറിയ ആ ഒരു മേഖലയിലൊക്കെ എൻവിറോൺമെന്റൽ പേപ്പറുകൾ നിങ്ങൾ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിന്റെ അടിയിൽ സാംസങ്ങിന്റെ പേര് കാണാം. അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് എൻവിറോൺമെന്റൽ പേപ്പറിന് അടിയിൽ സാംസങ് കൊടുക്കുന്നത്? സാംസങ്ങിന്റെ ഫോണിലായിരിക്കും ഇവന്മാര് എൻവിറോൺമെന്റൽ റിസർച്ച് നടത്തിയത്, അതുകൊണ്ട് അവന്മാര് പേര് വെച്ചതാണോ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. അല്ല, സാംസങ് പോലെയുള്ള വൻകിട കമ്പനികൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഞെട്ടിക്കുന്നതാണ്. ഇവിടെ എക്സാമ്പിളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മെറ്റ എത്ര ശതമാനമാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്? മൈക്രോസോഫ്റ്റ് എത്ര ശതമാനമാണ്? ഏകദേശം ഈ കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അല്ലെങ്കിൽ ഹ്യൂജ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, ഹ്യൂജ് മൾട്ടിനാഷണൽ കമ്പനീസ് അറൌണ്ട് 33% to 40% അവരുടെ റവന്യൂവിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് മാത്രം മാറ്റിവെക്കുന്നവരുണ്ട്. ഓക്കെ, ആ അവസരത്തില് ഇന്ത്യൻ കമ്പനീസിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ടാറ്റ ട്രസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ മാറ്റിവെക്കുന്നത്. അറൌണ്ട് 7 to 10% ടാറ്റ ട്രസ്റ്റ് മാറ്റിവെക്കുന്നത്. ഇത് ഒരു ഹ്യൂജ് അന്തരമല്ലേ? അന്തരമാണ്. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും, എന്തുകൊണ്ടാണ് ChatGPT പോലെ ഒരു ഒരു ലാർജ് AI പ്ലാറ്റ്ഫോംസ് ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കാത്തത്? കാരണം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ നമ്മൾ പിന്നിൽ നിൽക്കുകയാണ്. ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്നത് GDP-യുടെ 1% താഴെയാണ്. ഇന്ത്യൻ കോർപ്പറേറ്റുകൾ ഫണ്ട് ചെയ്യുന്നതോ അവരുടെ റവന്യൂവിന്റെ ഏകദേശം 10% താഴെയാണ്. അത് ഒരു പ്രോബ്ലമാണ്. സോ ഈ ഗവൺമെന്റ് ഫണ്ടുകളും ഇൻക്രീസ് ചെയ്യണം, കോർപ്പറേറ്റ് ഫണ്ടുകളും ഇൻക്രീസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോംസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, സോ മൈക്രോസോഫ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഏത് വലിയ കമ്പനിയുടെയും നട്ടെല്ലെന്ന് പറയുന്നത് അവിടുത്തെ അക്കൗണ്ടിങ് ടീമോ CEO ഒന്നും അല്ല, അവിടുത്തെ ഇന്നോവേഷനും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും ആണ്. ഓക്കെ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇല്ലാതെ ഒരു കൺട്രീസിന് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. സോ ഇന്ത്യ ഇത്രത്തോളം ജനങ്ങൾ, അതായത് യൂത്ത് ഉള്ള ഒരു സംസ്ഥാനമാണ്, ഡെമോഗ്രഫിക് ഡിവിഡന്റ് ഉള്ള ഒരു രാജ്യമാണ്. ഈ അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് കൂടുതൽ പ്രൊമിനൻസ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് സ്റ്റെപ്സ് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ആക്ഷൻ പ്ലാനുകൾ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സെക്ടർ സ്പെസിഫിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടാർഗറ്റുകൾ വേണം. ഫോർ എക്സാമ്പിൾ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ സ്പെസിഫിക് ആയിട്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഇത്ര R&Dയുടെ ടാർഗറ്റ്. ദെൻ വേറെ എന്താണ്? മെഡിസിൻ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന് വേണ്ടിയിട്ട്
ഇത്ര റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടാർഗറ്റ്. ദെൻ മറൈൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ട് ഇത്ര റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടാർഗറ്റ്. ഇങ്ങനെ ഓരോ സെക്ടർ സ്പെസിഫിക്കിലും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടാർഗറ്റുകൾ നമ്മൾ കൊടുക്കണം. ദെൻ സ്ട്രെങ്തൻ co-funded research and shared infrastructure. ഇന്ത്യയിൽ ഒരു പ്രോബ്ലം ഉണ്ട്. ഫോർ എക്സാമ്പിൾ മദ്രാസ് IIT-യുടെ അണ്ടറിൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ട്. പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ എന്താണ്, ഒന്നില്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഹ്യൂജ് അപ്രൂവൽസുകൾ വേണം, അല്ലെങ്കിൽ കൊമേഴ്ഷ്യലി അത്രയും ഹോൾഡ് ഉള്ളവരായിരിക്കണം. അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചറുകൾ കൂടുതലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഫണ്ടുകൾ കൂടുതലുള്ളവരായിരിക്കും ഇതൊരു കൊളീജിയമായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ഒരു പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് ഇന്ത്യയിൽ വേണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവര് ഒരു എന്താണ് ഷെയർഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് co-funded റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്യണം. ദെൻ ടാക്സ് ഇൻസെന്റീവുകൾ കൊടുക്കണം. അതായത് ഒരു കമ്പനി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് ഇത്ര ശതമാനം തുക മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ടാക്സ് ഇളവുകൾ പ്രഖ്യാപിക്കണം. ഓക്കെ. ദെൻ ബിൽഡ് കപ്പാസിറ്റി ഫോർ ഇൻഡസ്ട്രി അക്കാഡമിയ കൊളാബറേഷൻ. അതെങ്ങനെയാണ്, അതായത് നമ്മളുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരുപാട് അക്കാഡമീഷ്യൻസ് ഉണ്ട് ഇല്ലേ, ഭയങ്കര പ്രൊഫസേഴ്സ് 1-2 ലക്ഷം രൂപ വാങ്ങിയിട്ട് നമ്മളുടെ അക്കാഡമീസിൽ ഇരിക്കുന്നവരുണ്ട്. ഇവർക്കൊക്കെ ഹ്യൂജ് നോളജ് ഉണ്ട്. പക്ഷേ ഈ അക്കാഡമിക് നോളജുകൾ ഞാൻ ബികോം ആണ് പഠിച്ചത്. ഞാൻ ബികോം പഠിക്കുമ്പോൾ നമ്മളുടെ ടീച്ചേഴ്സിനൊക്കെ ഹ്യൂജ് നോളജ് ഉള്ളവരാണ്. പക്ഷേ ഇവര് എങ്ങനെയാണ് നമ്മളുടെ എക്കോണമിയിലേക്ക് യൂട്ടിലൈസ് ചെയ്യുന്നത്, സാധാരണ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അതായത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് മാത്രം ലിമിറ്റ് ചെയ്യാതെ ഈ നോളജുകളെ ഇൻഡസ്ട്രിയിലേക്ക് കൊളാബറേറ്റ് ചെയ്യണം. എന്നിട്ട് അവിടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലും ദെൻ ഇന്നോവേഷൻസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ടീച്ചേഴ്സിന് മാത്രമല്ല അല്ലെങ്കിൽ പ്രൊഫസേഴ്സിന് മാത്രമല്ല, പഠിക്കുന്ന സ്റ്റുഡൻസും അക്കാഡമിക് ഇന്റലിജൻസ് ഉള്ളവരാണ്, അവരെ അക്കാഡമിക് സപ്പോർട്ടും അക്കാഡമിക് കപ്പാസിറ്റി ഉള്ളവരാണ്. സോ ആ ക്യാപിറ്റലിനെ കൂടിയിട്ട് നമ്മൾ ഇൻവോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ദെൻ എൻഷുർ ട്രാൻസ്പെറൻസി ആൻഡ് പബ്ലിക് റിപ്പോർട്ടിംഗ്. പബ്ലിക് റിപ്പോർട്ടിംഗ് ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വെച്ചിട്ട് ഞാൻ ഒരു വലിയൊരു കാര്യം കണ്ടുപിടിച്ചു. പക്ഷേ ഞാൻ ഇത് എന്റെ ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് യൂട്ടിലൈസ് ചെയ്തു, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാണ്ട് എന്റെ പ്രൊഡക്റ്റ് എന്റെ പ്രോഫിറ്റ് കൂട്ടുന്നതിന് മാത്രമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗമില്ലാണ്ട് പോകും. സോ ട്രാൻസ്പെറൻസി ഇൻക്രീസ് ചെയ്യുക, പബ്ലിക് റിപ്പോർട്ടിങ്സുകൾ കൂട്ടുക, ഇതെല്ലാം നമ്മളുടെ ഇതിൽ പെടുന്ന കാര്യങ്ങളാണ്. ദെൻ ഇത് കൂടാണ്ട് നമുക്ക് എന്തൊക്കെ പറയാനായിട്ട് പറ്റും, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, ഇന്റലക്ച്വൽ IPR കൊടുക്കുന്ന പ്രക്രിയ വേഗത്തിലാക്കുക, കൂടുതൽ ആൾക്ക് IPR കൊടുക്കുക, അവർക്ക് റിസർച്ചുകൾ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുക. ദെൻ ഇന്നോവേഷൻസ് ഹബ്ബുകൾ അല്ലെങ്കിൽ ഇൻക്യുബേറ്റേഴ്സ് എല്ലാം നമ്മൾ റീജിയണൽ സ്പെസിഫിക്കുകളായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ മുന്നേറാനായിട്ട് സാധിക്കും. സോ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ദെൻ നെക്സ്റ്റ് ന്യൂസ് ഇസ് റിലേറ്റഡ് ടു ലാസ്റ്റ് ന്യൂസ് ഇസ് റിലേറ്റഡ് ടു കാശി തമിഴ് സംഗമം. എന്താണ് ഈ കാശി തമിഴ് സംഗമം? കാശി തമിഴ് സംഗമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രോഗ്രാമാണ് ഈ കാശി തമിഴ് സംഗമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ കാശി എന്ന് പറഞ്ഞാൽ എവിടെയാണ്? കാശി എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശ് റീജിയൻ, തമിഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദേൺ റീജിയൻ. സോ റീജിയണൽ സ്പെസിഫിക് ആയിട്ട് ഒരുപാട് ഡൈവേഴ്സിഫൈ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. ഓക്കെ. ഇപ്പൊ കേരളത്തിൽ തന്നെയുണ്ട് തെക്കൻ വടക്കൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റീജിയണലിസം നമ്മൾ കണ്ടുവരാറുണ്ട്. ബിരിയാണിയിൽ പൈനാപ്പിൾ ഇട്ട് കഴിക്കുന്നവർ, ബിരിയാണിയിൽ പൈനാപ്പിൾ ഇടാതെ കഴിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞിട്ട് റീജിയണൽ സ്പെസിഫിക് ആയിട്ട് പല കാര്യങ്ങളും നമ്മൾ പോലും പറയാറുണ്ട്. ഓക്കെ. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിലേക്ക് വരുമ്പോൾ ഇതിന്റെ എണ്ണം കൂടാനായിട്ടുള്ള സാധ്യതയില്ലേ? റീജിയണൽ സ്പെസിഫിക് ആയിട്ട് പല പ്രശ്നങ്ങളും ഉടലെടുക്കാനായിട്ടുള്ള സാധ്യതയില്ലേ? ഈ അവസരത്തില് റീജിയണൽ കൊഹീഷൻ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ കൊഹീഷൻ എയിം ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് കാശി തമിഴ് സംഗമം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 2022 ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിപ്പോ ഒരു 4ാമത്തെ കൊഹോട്ടാണ് കാശി തമിഴ് സംഗമം. സോ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ എന്ത് ചെയ്യും, ഒരു വണ്ടി വിളിച്ചു പോയിട്ട് എന്ത് ചെയ്യും, കാശിയും അനുബന്ധ മേഖലകളും കണ്ട് അവിടത്തെ എങ്ങനെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവരുടെ കൾച്ചറിനെ കൂടി അവരുടെ ഭാഗമാക്കിയിട്ട്, തമിഴ് കൾച്ചറിന്റെ ഭാഗമായിട്ട് പഠിച്ച് അവര് തിരിച്ചു പോകും. ഇതിനെയാണ് കാശി തമിഴ് സംഗമം എന്ന് പറയുന്നത്. സോ
രണ്ട് മിനിസ്ട്രിയാണ് ഇതിൽ പ്രധാനമായിട്ടും ഫോം ചെയ്തിരിക്കുന്നത്. ഒന്ന് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് മിനിസ്ട്രി ഓഫ് കൾച്ചർ. ഓക്കെ, ഈ രണ്ട് മിനിസ്ട്രിയുടെയും നോഡൽ ഏജൻസി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ആ ഒരു കാര്യം ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. സോ പെട്ടെന്ന് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, കാശി തമിഴ് സംഗമം ഈസ് ദ നോഡൽ ഏജൻസി ഓഫ് കാശി തമിഴ് സംഗമം ഈസ് ദ മിനിസ്ട്രി ഓഫ് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ അണ്ടറിലാണ് കാശി തമിഴ് സംഗമം പ്രധാനമായിട്ടും വരുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. സോ നാളെയാണ് കാശി തമിഴ് സംഗമത്തിന്റെ 4ാമത്തെ കൊഹോർട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് ആണ് ഇന്നത്തെ പത്രത്തിൽ വന്നിരിക്കുന്നത്. സോ ആ ഒരു കാര്യം കൂടിയിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കുക. അടുത്ത ദിവസവും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. ഓക്കെ.